മൃതദേഹം താഴെ ഇറക്കിയിരിക്കുന്നെന്ന ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. സ്കൈ ഡൈനിങ് പ്രവർത്തിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതാണ്. സായികുമാറും രാഹുൽ സുരേഷുമാണ് ചേരുന്നത്. ആദ്യം സായിലേക്ക് പോയാൽ സായി, 2.5 മണിക്കൂറിലധികമായി ഉദ്യോഗം നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഒരാളെ താഴെ ഇറക്കിയെന്ന ആശ്വാസകരമായ വിവരം വരുന്നു. എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്? വിനീത, ഇപ്പോൾ ഏകദേശം 2.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ആനച്ചാലിലാണ് ഈ സ്കൈ ഡൈനിങ് സംവിധാനം ഉള്ളത്. ദിനേന നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് 5 പേർ ഇത്തരത്തിൽ കുടുങ്ങിയത്. അതിൽ 2 പേർ കുട്ടികളാണ്. അതിൽ ഒരാളെ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വടം കെട്ടി മുകളിലേക്ക് കയറി സാഹസികമായി താഴെ ഇറക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള 4 പേരെയും താഴെ ഇറക്കാനുള്ള ശ്രമമാണ്. 5 അംഗ സംഘമാണ് വിനോദസഞ്ചാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ട്രെയിനിൻ്റെ ജീവനക്കാരും ഉണ്ടായിരുന്നു. ഏകദേശം 120ഓളം അടിയിൽ ആകാശ കാഴ്ചകൾ കാണുക, അതോടൊപ്പം ആഹാരം കഴിക്കുന്നതിനുള്ള സംവിധാനം, ഇങ്ങനെയാണ് ആ സ്കൈ ഡൈനിങ്ങിൽ ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ദിനേന നിരവധി ആളുകൾ ഈ വ്യത്യസ്തമായിട്ടുള്ള കാര്യം ആസ്വദിക്കാൻ അവിടേക്ക് എത്തുകയും ഈ സ്കൈ ഡൈനിങ്ങിൽ കയറുകയും ചെയ്തു. അതൊരു പ്രത്യേക പേടക രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഹൈഡ്രോളിക് ലിവറിന് ഉണ്ടായ തകരാറാണ് ഇത്തരത്തിൽ ഇതാ മുകളിലെത്തിയപ്പോൾ സ്റ്റക്കാവാൻ കാരണം. അതിലുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വീഴ്ച എന്നുള്ളത് തുടക്ക സമയത്ത് ഫയർഫോഴ്സ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിക്കാൻ അവിടെയുള്ള ജീവനക്കാരോ ഉടമകളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ സാങ്കേതിക തകരാർ തങ്ങൾ തന്നെ പരിഹരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അവർ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. അത് പക്ഷേ ഫലം കണ്ടില്ല. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ വിവരം അറിഞ്ഞവർ നേരിട്ട് അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. അല്പം മുമ്പാണ് ഈ ഉദ്യോഗസ്ഥർ അവിടെ എത്തി വളരെ വേഗത്തിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തത്.